യാ ഇബാദല്ലാഹ് ഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിലെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായൊരു സംഗതിയെപ്പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളത്? നമുക്ക് വിജനപ്രദേശത്തും ഏത് പ്രദേശത്ത് പോയാലും എവിടെ അകപ്പെട്ടാലും അല്ലാഹ് എന്നല്ലാതെ യാ ഇബാദല്ലാഹ് ഇല്ല, അങ്ങനെ ഒരു വിളിയില്ല. മുൻഗാമികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഒരു സഹിയാന്ന് വിചാരിച്ച് ചെയ്തെങ്കിൽ അവരവരുടെ കാര്യം കൊണ്ട് പോയിക്കോട്ടെ. അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അതിന്റെ പിന്നാലെ കൂടണ്ട. നമുക്കത് ഹദീസ് സഹിയല്ല, അതിൽ പറയുന്ന ആശയവും സഹിയല്ല. പിന്നെ നമ്മളത് ചെയ്താൽ വലിയ അപകടത്തിലേക്കും അബദ്ധത്തിലേക്കും ചെന്നു ചാടും. യാ ഇബാദല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. യാ ഇബാദല്ലാഹ് എന്താ ഇതിന്റെ വസ്തുത? യാ ഇബാദല്ലാഹ് എന്നതിന്റെ വസ്തുത നിങ്ങൾക്കറിയണോ? അതെ, വിഷയങ്ങള് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട്. യാ ഇബാദല്ലാഹ് വസ്തുത എന്ത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഗ്രഹിക്കാനുള്ള ഒരു ഫയല് നിങ്ങൾക്ക് പുറത്തു വാങ്ങാൻ കിട്ടും. നിങ്ങൾ വായിച്ച് ശരിക്ക് പഠിക്കുക, വായിച്ച് ശരിക്ക് പഠിക്കുക. യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ എല്ലാവരും മുശ്രിക്കുകളായിപ്പോയി എന്ന പ്രചരണമാണ് ഇന്ന് സമൂഹത്തിൽ നടത്തുന്നത്.